ശ്രീ ഫസൽ ഗഫൂർ, ഇന്നലെ നമ്മൾ കണ്ടത് അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ ഭയപ്പെട്ടത് ഒരു പക്ഷേ ഈ വെസ്റ്റ് ഏഷ്യ ആകെ യുദ്ധത്തിലേക്ക് പോകുമോ എന്ന നിലയിലായിരുന്നു എങ്കിൽ ഇന്ന് വ്യക്തമാവുന്നുണ്ട് US-ന്റെ സെൻട്രൽ കമാൻഡ് ഇരിക്കുന്ന അൽ ഉദൈദ് എയർബേസ് ഇറാൻ ആക്രമിച്ചെങ്കിലും അതൊരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഒന്ന്, ഖത്തറിന് നേരത്തെ വിവരം നൽകിയിരുന്നു, രണ്ട്, അമേരിക്കയ്ക്കും വിവരം നൽകിയിരുന്നു. അതനുസരിച്ച് ആക്രമണത്തിന് പ്രത്യാക്രമണം എന്നുള്ള നിലയിൽ ആക്രമണം നടത്തി. പക്ഷെ അതൊരു എസ്കലേഷനിലേക്ക് പോകുന്നില്ല എന്ന് മാത്രമല്ല, സീസ് ഫയറിനായി അമേരിക്ക നിർബന്ധ ബുദ്ധിയോടുകൂടിയുള്ള സമീപനം ഇന്ന് സ്വീകരിക്കുന്നു. ഏറെക്കുറെ ഇസ്രയേലിന് മേലെ അത് ഇമ്പോസ് ചെയ്യുന്നത് പോലെയാണ്. ഇത് ഇവിടെ അവസാനിക്കുകയാണ് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് ഇറാന് സമ്പൂർണ്ണമായിട്ടുള്ളൊരു വിജയമാണ്. അതായത് 1948, 54 സുയസ് യുദ്ധം, യോം കിപ്പൂർ യുദ്ധം, 6 ഡേ യുദ്ധം, അറബ് രാഷ്ട്രങ്ങൾ ഒരുമിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചിട്ട് അവർക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് ടെല്ലവീവ് ബോംബ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. അവർ കീഴടങ്ങുകയാണ് ചെയ്തത് എല്ലായിടത്തും. സുയസിൽ ഡിഫറൻ്റ് ആയിരുന്നു വാറ്. അപ്പോൾ ഇവരെല്ലാം ഒരുമിച്ചിട്ട് ആക്രമിച്ചിട്ട് ഇസ്രായേലിനൊന്നും ചെയ്യാൻ പറ്റാത്തടത്ത് ഇറാൻ ഒറ്റപ്പെട്ട് നിന്നുകൊണ്ട് എന്താ ഈ ഹൂത്തിയും ഹിസ്ബുള്ളയൊക്കെ, ദേ ആർ ഓൾ സ്മോൾ മിലിഷ്യ, അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായില്ലേ? അതും അവർ സുന്നി മെജോറിറ്റി രാഷ്ട്രങ്ങളിൽ കയറി ഇരുന്നിട്ടാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും നടക്കാൻ അതല്ല ഇഷ്യൂ. എല്ലാവരും പറയേണ്ട അവരുടെ അത് വെറുതെ പെരുപ്പിക്കുന്നതാണ്. ഈ ഹൂത്തിയും മറ്റൊരു ഹൂത്തികളും അവർ തന്നെ ചെയ്യുന്നത് എന്തോ ഭയങ്കര സംഭവം ചെയ്യും, ഞങ്ങളത് ഇത് പോർട്ട് അങ്ങോട്ട് ഉപരോധിച്ച് തരും, അതൊക്കെ അതിലൊന്നും കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഒരു ഫൈറ്റ് വന്ന് ആ ഫൈറ്റിൽ മനസ്സിലായില്ലേ എത്ര ഇറാനിയൻസ് മരിച്ചു എന്നുള്ളതല്ല, ഹൗ മെനി ബോഡി ബാഗ്സ് ഹാഡ് ഇസ്രായേൽ ടു ക്യാരി എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇസ്രായേലിൻ്റെ പേര് ബേർഷീബ, മനസ്സിലായില്ലേ, ഹൈഫ, മനസ്സിലായില്ലേ, തെല്ലവീവ്, മനസ്സിലായില്ലേ, ഇതെല്ലാം ഇവർ ബോംബിട്ട് യു ആർ ഷോയിങ് അതിൻ്റെ ഡിസ്ട്രക്ഷനാണ് നിങ്ങളുടെ TV-യിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലും വലിയ കാരണം ഇസ്രായേലിൽ ഒരു ലൈഫ്, ഹ്യൂമൻ ലൈഫ് ഇസ് വാല്യുബിൾ. കാരണം അത്ര കുറച്ച് ജൂതന്മാരെ ലോകത്തുള്ളൂ. അതിൽ ഒരാൾ പോയാൽ പോലും, കാരണം അവർ പഴയ ഹിറ്റ്ലറിൻ്റെ ഹോളോകോസ്റ്റാണ് അവർ റിമെമ്പർ ചെയ്യുന്നത്. അപ്പോൾ ആ നിലക്ക് ഇതുവരെയ്ക്ക് പിന്നെ രണ്ടാമത്തെ കാര്യം, സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൗ ഇറാൻ ഹാസ് ഗൾഫ് രാജ്യങ്ങളുടെ ഇടയിൽ വലിയ പ്രാമുഖ്യത്തിലോട്ട് വരികയാണ്. കാരണം ഖത്തറായിട്ട് ഈ ഖത്തർ ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റ് പാർട്ടിയാണ്. നിങ്ങൾക്കറിയാലോ, ഖത്തറിലായിരുന്നു ഹമാസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരുന്നിരുന്നത്. അതേ ഖത്തറിൽ തന്നെയാണ് US-ൻ്റെ ഏറ്റവും വലിയ ബേസ് ഇരിക്കുന്നത്. ആ US ബേസിൽ അവിടെ ഉണ്ടായിരുന്ന 40ഓളം, എൻ്റെ ഓർമ്മ ശരിയാണ്, മറ്റെന്താ പറയുക, നമ്മുടെ അവരുടെ F-15, F-16, F-35 ഒക്കെ ഉണ്ടോയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ പ്ലെയിനുകളൊക്കെ എടുത്ത് അവർ മാറ്റിയെന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ അവർ കീഴടങ്ങി എന്നുള്ളതിന് തെളിവല്ലേ? അപ്പോൾ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ മോക്ക് ഫോണി വാർ. പക്ഷേ ആ ഫോണി വാർ കൊണ്ട് എന്താ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറാൻ്റെ പ്രസ്റ്റീജ് ഇസ്ലാമിക് വേൾഡിൽ കൂടി. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഈ യുദ്ധം തുടങ്ങിയെടുക്കുക ഞാൻ ഈ ചാനലിൽ വന്നിരുന്നിട്ട് പറഞ്ഞ് ഇറാൻ വിൽ ബി ഫിനിഷ്ഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ ഷിയായിട്ടായിട്ടുള്ള ഇറാൻ മെജോറിറ്റി സുന്നി രാഷ്ട്രങ്ങൾ ഒരു ആക്സിസ് ഉണ്ടാക്കുന്നു, ഇവരൊരു ആക്സിസ് റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നു എന്ന്. ഇനി അത് വിട്. രണ്ടാമത് നമുക്ക് മിലിറ്ററി സ്ട്രാറ്റജിയിലോട്ട് നോക്കാം. ഞാനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പാനലിസ്റ്റുകൾ പറഞ്ഞത് ഒരു വ്യോമസേന പോലും ഇല്ലാത്ത ഒരു രാജ്യം എങ്ങനെ നിലനിൽക്കും? അതുമാത്രമല്ല, അവർ 80% ഇൻഡിജിനസ് ആണ്. ഇവർ പറയുന്ന അൽഫത്തയും അല്ലെ കൊറം ഷഹറും ഈ മിസൈലുകളൊക്കെ ഇൻഡിജിനസ്ലി ഉണ്ടാക്കിയതാണ്. ചൈനയൊന്നും അത്രയധികം ടെക്നോളജി ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ അവർ ഈ ഉപരോധം എല്ലാവരും മറികടന്നുകൊണ്ട് ഇവർ ഇത്രയും വലിയ ഒരു ടെക്നോളജിക്കൽ വാർഫെയർ. അതെന്താ വാർഫെയർ എന്നറിയോ? ഇപ്പുറത്തെ ഭാഗത്ത് ഡ്രോണും റോക്കറ്റും, അപ്പുറത്തെ ഭാഗത്ത് F-15 അല്ലെങ്കിൽ F-16 എന്താ ട്രെയിനുകൾ F-35 ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ B-2 ഉപയോഗിക്കുന്നു. എന്നിട്ട് അവർ രക്ഷപ്പെട്ടു എന്നുള്ളത് അതുപോലെ ബീർഷബയിലൊക്കെ ആക്രമണം നടത്തി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് നോക്കൂ, IRGC-യുടെ ചീഫ് ഹസൻ സലാമി ആദ്യത്തെ ദിവസം തന്നെ കൊല്ലപ്പെട്ടു. അവരുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഗേരി കൊല്ലപ്പെട്ടു. സയ്യിദ് ഈസാദി, അദ്ദേഹം IRGC-യുടെ പലസ്തീൻ കോറിന്റെ മേധാവിയാണ്, കൊല്ലപ്പെട്ടു. ഗുദ്സിന്റെ ഈ ആർമറി വിഭാഗം കമാൻഡർ ബഹ്നം ഷഹരിയാരി കൊല്ലപ്പെട്ടു. ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഇറാൻ ഭാഗത്തുള്ള അവരുടെ പ്രധാനപ്പെട്ട ആർമി കമാൻഡർമാർ, സൈനിക വിദഗ്ധർ, 5 or 6 ആണവ ശാസ്ത്രജ്ഞർ, അങ്ങനെ അവർ ടാർഗറ്റ് ചെയ്ത് പ്രിസിഷൻ സ്ട്രൈക്കിലൂടെ ഇത്രയധികം ആളുകളെ കൊലപ്പെടുത്തി എന്ന വസ്തുത അവിടെ നിൽക്കുന്നുണ്ട്. അല്ല, അതിൽ കാര്യമില്ല.
എത്ര ആൾ ഇവരെ കൊലപ്പെടുത്തിയിട്ടും അവർ അതാണ് പറഞ്ഞത്. സി ദാറ്റ് മീൻസ് ദർ ഇസ് സം ജോയിൻ ഒരു കമ്പൈൻഡ് കമാൻഡ് ഉണ്ടെന്നുള്ളതിൻ്റെ അർത്ഥം. അല്ലെ ഇറ്റ് ഇസ് നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ എനി പെർട്ടിക്കുലർ. ഞാൻ പറയാം, ഇതിന് യമാമാട്ടോനെ കൊന്നു, അതായത് കമ്പൈൻഡ് അഡ്മിറൽ ഫ്ലീറ്റിൻ്റെ ജാപ്പാൻ്റെ 1940 രണ്ടാം ലോക യുദ്ധത്തിൽ അത് അവർക്ക് വലിയ പരിക്ക് പറ്റിയെന്ന് പറയപ്പെടുന്നു. അതേമാതിരി തന്നെ പല ആൾക്കാരെയൊക്കെ ഇതുമാതിരി കൊന്നിട്ടുണ്ടോ യുദ്ധത്തിൻ്റെ ഇടയിലൊക്കെ. പക്ഷേ ഇതങ്ങനെയല്ലോ, ഇവരെയൊക്കെ കൊന്നിട്ട് ഇവർക്ക് പ്രശ്നമൊന്നുമില്ലാന്നേ. ഇവർ യുദ്ധം നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയല്ലേ, ഇവർ പുറോട്ട് പോയില്ലല്ലോ. ഇപ്പം തന്നെ ഇവർ ബോംബ് B2 ഇട്ടതിന് ശേഷം ഇവർ കീഴടങ്ങിയില്ലല്ലോ. ഇവരെടുത്ത് ഇപ്പം തന്നെ ഡൊണാൾഡ് ട്രംപിന് വന്നിയ ഏറ്റവും വലിയൊരു ഇത് പറ്റിയെന്ന് പറയും. അദ്ദേഹം പറഞ്ഞു ആദ്യം ഇറാൻ നിർത്തട്ടെ എന്നിട്ട് ഇസ്രായേൽ നിർത്തും എന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചു കൊടുത്തോ? അവർ ഉടനെ തന്നെ കുറേ കൂടെ മിസൈൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, മൂന്നാമത്തെ കാര്യം, അമേരിക്കയിലെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിൽ പ്രമുഖരായിട്ടുള്ള ജെഫ്രി ലൂയിസും പ്രൊഫസർ ആൽബ്രൈറ്റും പറയുന്നത് 400 കിലോഗ്രാം അവർ പറഞ്ഞാണ് 400 കിലോഗ്രാം യുറേനിയം ഉള്ളൂ. അത് കുറച്ച് കാറുകളിൽ കടത്താനായിട്ടുള്ളൊരു കാര്യമുള്ളൂ. ഇങ്ങനത്തെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ നാളെ B2 ബോംബർ അയക്കും എന്ന് പറയുമ്പോഴത്തേനും ഇവർ കടത്തിയിട്ടുണ്ടാവുമല്ലോ. മാത്രമല്ല, ഇറാൻ ഈസ് എ മൗണ്ടനിയസ് കൺട്രി, മനസ്സിലായില്ലേ? 70% മൗണ്ടൻസ് ആണ്. അതല്ലേ താലിബാൻ്റെ അടുത്ത് പോയിട്ട് ഇവർ തോറ്റത്, USA പോയിട്ട്. USA കളികളൊന്നും എവിടെ നടക്കുന്നില്ല. വിയറ്റ്നാമിലെ കാടുകളിൽ അവർ പരാജയപ്പെട്ടു. ഇവിടെ മരുഭൂമിയിലും മലകളിലുമുള്ള അഫ്ഗാനിസ്ഥാനിൽ പരാജയപ്പെട്ടു. എല്ലാ സ്ഥലത്തും അവർ പരാജയപ്പെടുകയാണ്. അപ്പോൾ ഇവരിവിടെ വന്നിട്ട് ചെയ്തപ്പോൾ ഇതിപ്പോൾ ഒരു മൗണ്ടനിലിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഗാസ ഇതിൽ നിറയെ ടണലുകളല്ലേ? ആ ടണലുകളിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കല്ലേ ഗാസയിലുള്ള ജനങ്ങൾ? ഇവർ എത്രായിരം ബോംബ് 56,000 60,000 പേരെ കൊന്നിട്ട്. ഇതിപ്പോൾ ഇറാൻ വളരെ ഈസി ആയിട്ട് ഇവർ നേരത്തെ തന്നെ മാറ്റിക്കണം. ഒന്ന്. രണ്ടാമത്, നമ്മൾ വിചാരിക്കണ മാതിരിയല്ലല്ലോ ചൈനീസ് ടെക്നോളജി, നോർത്ത് കൊറിയൻ ടെക്നോളജി, ഈവൻ ഞാൻ കേട്ടത് പാകിസ്ഥാൻ്റെ ടെക്നോളജി, റഷ്യൻ ടെക്നോളജി ഒക്കെ ഈ ന്യൂക്ലിയർ ഇതുണ്ടാക്കുന്നതിലുണ്ട്. അപ്പോൾ പിന്നെ സയൻറ്റിസ്റ്റ് പറയണത് ന്യൂക്ലിയർ ചെർണോബിൽ മാതിരി അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുണ്ടായ മാതിരി ന്യൂക്ലിയർ ലീക്ക് എവിടെ, വേർ ഇസ് ദ റേഡിയേഷൻ ഒക്കെ അറിയുന്നില്ലല്ലോ. അപ്പോൾ അതിന് യാതൊരു തെളിവുമില്ല. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അമേരിക്കൻ പ്രൊപ്പഗാൻഡയാണ്, ദാറ്റ് ദേ ഹാവ് ഡിസ്ട്രോയ്ഡ്. മൂന്നാമതൊരു കാര്യം, ഇതിന് ശേഷം ഇസ്രായേൽ പ്ലെയിനുകൾ അയച്ചോടൊക്കെ അവർ വീണ്ടും പ്ലെയിനുകൾ അയച്ചു. ഇസ്രായേൽ B2 ബോംബർ ചെയ്തതിനു ശേഷം അവർ പ്ലെയിൻ അയച്ചു. എന്തിനാണ് അവർ പിന്നെ പ്ലെയിൻ അയച്ചിരിക്കുന്നത്? അവർ ജെറ്റ് ഫൈറ്റേഴ്സിനൊക്കെ അങ്ങോട്ട് അയച്ചു, പിന്നെയും ബോംബ് ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ അർത്ഥം അപ്പുറത്തുള്ളവരൊക്കെ മണ്ടന്മാരാന്ന് വിചാരിക്കരുതല്ലോ, മനസ്സിലായോ? അപ്പോൾ അവർ വളരെ ശക്തമായിട്ട് നിലനിന്നു. ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ അവർക്ക് റെസ്പെക്ട് വന്നു. സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രങ്ങൾ, മനസ്സിലല്ലേ? അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഉണ്ട്, അവരിപ്പോൾ ഒന്നായിരിക്കാണ്. അപ്പോൾ ദാറ്റ് മീൻസ് മാത്രമല്ല, പാകിസ്ഥാൻ നാണം കെട്ടു. അത് നമ്മളിവിടെ പറയണ്ടേ? പാകിസ്ഥാൻ നാണം കെട്ടു. ഡൊണാൾഡ് ട്രംപിന് നോബൽ പ്രൈസ് കൊടുക്കണമെന്ന് പറയുന്ന വൃത്തിയോട് പറഞ്ഞ ആൾക്കാരാണ് അവരിപ്പോൾ മാറ്റി പറയുന്നു. ഇപ്പം അവരെന്താ പറയണമെന്നോ? അതല്ല, അങ്ങനെയല്ല, ഇത് അപലപിക്കുകയാണ് എന്ന് പറയുന്നു. ഇറാന്റെ മുകളിലുള്ള ആക്രമണം